ഹലോ വെൽക്കം നമസ്കാരം സുഹൃത്തുക്കളെ. സോ ഇന്നത്തെ വീഡിയോ ഒരു ബേസിക്കലി പാർട്ട് 2 ഓഫ് ദ ഫസ്റ്റ് വീഡിയോ ആണ്. പാർട്ട് 2 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാർട്ട് 1 അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. പാർട്ട് 1 നമ്മൾ മേജർലി ഡിസ്കസ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാനും എൻ്റെ ഈ പ്ലസ് ആൻഡ് പ്രോ വേരിയൻസിനോടുള്ള ഒരു താല്പര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫസ്റ്റ് ഫോൺ ആൻഡ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. സോ രണ്ടും വളരെ ഒരു കോറിലേറ്റിംഗ് ടോപ്പിക്സ് ആയിരുന്നു. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഐ വിൽ അറ്റാച്ച് എ ലിങ്ക് ആസ് വെൽ. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഐ വിഷ് എവരിവൺ ഹാഡ് ദെയർ ഓൺ ഫോൺ എക്സ്പീരിയൻസ് ആസ് വെൽ. സോ ഇന്നത്തെ വീഡിയോയിലോട്ട് വീണ്ടും നമുക്ക് വരാം. സോ ഇന്നത്തെ വീഡിയോ മേജർലി will focus on my second phone. And ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഫോൺ ഹാസ് ഹാഡ് എ വെരി ഷോർട്ട് ചങ്ക് ഓഫ് മൈ ലൈഫ്. അത് എൻ്റെ സ്റ്റാർട്ടിങ്. ഞാനൊരു 12th ഒക്കെ കഴിയുമ്പോൾ മേടിച്ച ഫോണാണ് മൈ ഫസ്റ്റ് ഫോൺ. ആൻഡ് അതൊരു 2 years ഉണ്ടായിരുന്നു. ആൻഡ് ഇവൻച്വലി ഫോൺ സ്റ്റോപ്ഡ് വർക്കിംഗ്. സോ അത് കാരണം ഞാൻ മേടിച്ച. ആൻഡ് ഫണ്ണി പാർട്ട്, ഞാൻ എൻ്റെ ഓൺ മണി യൂസ് ചെയ്തിട്ട് മേടിച്ച എൻ്റെ രണ്ടാമത്തെ ഫോണാണ് ദ ഗ്രേറ്റ് റിയൽമി 2 Pro. ആൻഡ് ഐ ഹോപ്പ് യു കെൻ സീ, യെസ്, ദ റിയൽമി, ഈ ഫോണിൻ്റെ പേര് റിയൽമി 2 Pro എന്നാണ്. ആൻഡ് അഗൈൻ ഞാൻ പറഞ്ഞ മാതിരി ഈ പ്രോയും പ്ലസും ഈ 2ഉം ഇതുപോലത്തെ വേരിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര എന്താണെന്നറിയില്ല, അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സോ ഈ ഫോണാണ് എൻ്റെ രണ്ടാമത്തെ ഫോൺ. ആൻഡ് റിയൽമി എന്ന് കരുതുമ്പോൾ യു വിൽ കമ്പയർ വിത്ത് ദിസ് എറ ഓഫ് റിയൽമി ഫോൺസ്. ഇപ്പോൾ റിയൽമി അത് വെള്ളത്തിൽ തൊട്ട കളർ വരുന്ന ഫോൺസൊക്കെ അല്ലേ വരുന്നത്. സോ ഏർലിയർ ദേ യൂസ് ടു മേക്ക് സം സീരിയസ് ബിസിനസ്. അവർ ഈ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത് തന്നെ ഒരു സബ് ബ്രാൻഡായിട്ടാണ്. അതായത് വിവോ, ഓപ്പോ പോലത്തെ വലിയ പ്ലേയേഴ്സിൻ്റെ സബ് ബ്രാൻഡായിട്ടാണ് അവർ വരുന്നത്. ഞാനിത് റിയൽമി എൻ്റെ പ്രപ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ ഫാദർ ആദ്യം പറഞ്ഞ കാര്യം, റെനോഡ് ബ്രാൻഡ്സ് ലൈക്ക് സാംസങ്, മോട്ടറോള പോലത്തെ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തിനാണ് ഈ ഫോൺസ് പോകുന്നത്. ആൻഡ് നോ ബഡി ഹാസ് ഈവൻ ബോട്ട് ഇറ്റ്. ബട്ട് ഐ ഇവൻച്വലി ടേൺഡ് അപ്പ് into a Realme fan because of this mobile. Because എൻ്റെ വീട്ടിലുള്ള ടി വി റിയൽമിയാണ്, എൻ്റെ കയ്യിലുള്ള ഹെഡ്ഫോൺസും റിയൽമിയാണ്, റിയൽമി 4 Pro or the headphones. And this is a very good experience. കാരണം ഞാൻ പറയാനുള്ള കാരണം, ഈ ഫോൺ അന്ന് ഓഫർ ചെയ്തത് 2 ക്യാമറാസാണ്. അഗൈൻ ഞാനൊരു സ്പെക്ക് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ, it has a very glassy finish with a fingerprint sensor on the back. പിന്നെ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്, ഒരു LED ഫ്ലാഷ് ഉണ്ട്, പിന്നെ നോർമൽ USB കേബിളാണ് വിത്ത് 1 set of സ്പീക്കർ ഗ്രിൽസ് ആൻഡ് 1 ഹെഡ്ഫോൺ ജാക്ക്. നിങ്ങളിപ്പോൾ കാണുന്ന ഹെഡ്ഫോൺ ജാക്ക്. മുകളിൽ എന്താണുള്ള മൈക്ക് ഉണ്ട്. കഴിഞ്ഞു. സോ ഈ ഫോണിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ 6.7 inch ഫോണായിരുന്നു. ആ ടൈമിൽ എനിക്കൊരു 6.7 inch ഫോൺ മേടിക്കാമെന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമാണ്. സോ ഒരു 6.7 inch ഫോണായിരുന്നു ഇത് ഇൻ ടേംസ് ഓഫ് വിഡ്ത്ത്. ആൻഡ് അഗെയിൻ ബട്ട് വൺ തിങ് ഇസ് വിച്ച് വാസ് വെരി ഹാൻഡി ആൻഡ് വെരി ഡ്യൂറബിൾ. ഞാൻ ഈ ഡ്യൂറബിൾ എന്നുള്ള വാക്ക് പറയാനുള്ള കാരണം, ദിസ് ഫോൺ വാസ് മൈ പബ്ജി ഫോൺ. സോ ഈ കൊറോണ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ കോളേജ് പഠനമൊക്കെ കഴിയുമ്പോൾ യൂസ് ചെയ്ത്, ആൻഡ് എൻ്റെ കോളേജിലൂടെ ദിസ് ഇസ് ദ ലോങ്സ്റ്റ് ഫോൺ വിച്ച് ഐ ഹാവ് യൂസ്ഡ്. കാരണം എൻ്റെ കോളേജ് ഫസ്റ്റ് ഇയറിൽ മേടിച്ച ഫോണാണിത്. ആൻഡ് 2019 എൻ്റെ കോളേജ് കഴിയുമ്പോൾ ഐ ഹാഡ് ദിസ് ഫോൺ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ആൻഡ് പിന്നീട് ഞാൻ വരുന്നത് എൻ്റെ ഇൻറ്റേൺഷിപ്പും എൻ്റെ വർക്ക് കരിയറായിരുന്നു. വർക്കിന് ശേഷം അഗെയിൻ കോവിഡ് സ്ട്രൈക്സ്. അപ്പോഴും എൻ്റെ കയ്യിലിരുന്ന ഈ സെയിം ഫോണാണ്. നത്തിങ്സ് ഹവ് ചേഞ്ച്ഡ്.
So I had used this more than 5 years or 6 years solid. ആദ്യത്തെ 2 വർഷം മേ ബി ഐ മൈറ്റ് ഹാവ് നോട്ട് യൂസ്ഡ് ഇറ്റ് പ്രോപ്പർലി, ബട്ട് 6 years solid. ആൻഡ് ദിസ് ഫോൺ, എനിക്ക് ഈ ഫോണിനോട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഒരു കാര്യമേ പറയുള്ളൂ, സോറി. കാരണം എൻ്റെ പബ്ജി ദിനങ്ങളിൽ ഞാൻ ഈ ഫോണിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർ പറയുന്നത് കോവിഡിൻ്റെ ആ ഒരു സ്ട്രെസ്സ് മാറ്റാൻ ആണ് ചിലർ പബ്ജി കളിക്കാൻ തുടങ്ങിയത്, ഓർ എനി ഗെയിംസ്. അന്നൊക്കെ വീഡിയോ ചെയ്ത് സ്ട്രീം ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഐ മൈറ്റ് ബി എ വെരി ബിഗ് സ്ട്രീമർ റൈറ്റ് നൗ. കാരണം അമ്മാതിരി പ്ലേയിങ് ടൈമായിരുന്നു. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്, ദർ വാസ് നോ റെസ്ട്രിക്ഷൻസ്. കാരണം വീട്ടിലാർക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് ക്രേസി. Again, it's not something which I'm proud of, but still, yeah, it was good times. We made new friends. നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടു. I and my cousin were the major players, but we eventually end up with multiple teams. കുറേ പേരെ പരിചയപ്പെട്ടു, കുറേ പേരെ നമ്മൾ ഗെയിം കളിച്ചു. It was a very interesting experience, and it had a good camera setup, so we had taken pretty much good videos and photos, few of which I might have added in my Instagram as well. സോ എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള എന്താ പറയുക, ഒരു 30 പോസ്റ്റ് ഓളം ഈ ഫോണിലെടുത്താണ്. കാരണം മേജർ ചങ്ക് വന്നിട്ട് ഈ ഫോണിലാണല്ലോ. ടൈപ്പ് ഫോൺസ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് അതേഴ്സ്. ഐ ലൈക്ക് ദ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഓർ സെൻസർ. എനിക്ക് ഈ സെൻസർ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വെൻ വി ടേക്ക് ദ ഫോൺ, നാച്ചുറലി നമ്മുടെ ഫിംഗർ എവിടെയാണ് വരുന്നത്. സോ ഐ ജസ്റ്റ് ടച്ച് ഇറ്റ് സ്റ്റാർട്ട്സ് ഓപ്പണിങ് ആൻഡ് ഐ ക്യാൻ സ്റ്റാർട്ട് യൂസിങ് മൈ ഫോൺ. ബട്ട് ഇപ്പോഴത്തെ ഫോണിൽ വീണ്ടും സൈഡ് മൗണ്ട് വന്നു, കാരണം ലോക്ക് പ്രസ് ചെയ്യുന്ന പോലെ, വിച്ച് വാസ് ഓക്കെ. ആൻഡ് നൗ ഡേയ്സ് ഇറ്റ്സ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ചുരുക്കി പറഞ്ഞാൽ ഐ റിയലി ഹേറ്റ് ദ ഹോൾ തിങ്. കാരണം ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗുഡ്, ബട്ട് ദ പ്രോബ്ലം ഹിയർ ഇസ് എന്താ പറയുക, അത് ലോ എൻഡ് ഫോൺസിൽ അത് ഓപ്റ്റിമൈസ്ഡ് അല്ല. അത് ഇപ്പോഴത്തെ എനി ഫോൺസ്, ലെറ്റ്സ് ടേക്ക് ഇഫ് യു എക്സാമ്പിൾ നമുക്ക് റിയൽമി തന്നെ എടുക്കാം. ഇപ്പോഴത്തെ റിയൽമി തന്നെ എടുക്കാം. ഇപ്പോഴത്തെ റിയൽമിയിൽ കൊടുക്കുന്ന ക്യാമറ സെറ്റപ്പ് ഇതുപോലത്തെ നല്ല ക്യാമറ അല്ലായിരുന്നു. ആൻഡ് ദാറ്റ് ടൈം ദേ ഹാവ് ഗിവൻ എ സോണി 50 മെഗാപിക്സൽ OIS ക്യാമറയാണിത്. സോ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ ഉള്ള നല്ല സെറ്റപ്പ് ക്യാമറയായിരുന്നു. പിന്നെ അൾട്രാ വൈഡ് ഉണ്ട്. അങ്ങനെ ഇതൊരു അഡാറ് ഫോണായിരുന്നു ആ ടൈമിൽ. വാല്യൂ ഫോർ മണി. ഒരു 13 to 14K ഞാൻ 12 to 13K ഞാൻ ഈ ഫോൺ മേടിച്ചത്. ആൻഡ് ഇറ്റ് വാസ് വർത്ത് എവറി പെനി. കാരണം ഞാനിത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് എടുത്തിട്ടുണ്ട്, ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, യൂട്യൂബ് കണ്ടിട്ടുണ്ട്. ഗെയിംസ് പ്രോബബ്ലി പബ്ജിയെ ഞാൻ മാക്സിമം ഇതിൽ കളിച്ചിട്ടുള്ളത്. ഇത് കുറേ ഈ ഫോൺ ഹീറ്റിംഗ് ആവാറുണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ പിടിച്ച് വളച്ചു ദേഷ്യത്തിൽ. കാരണം ഈ പബ്ജി കളിക്കുമ്പോൾ ശാന്തത കൂടുന്ന ആൾക്കാർ വെറുതെ പറഞ്ഞ് പബ്ജി കളിക്കുമ്പോൾ കൂടുതൽ ടെൻഷൻ ആവുകയുള്ളൂ. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വാസ്. ആൻഡ് ഇവൻച്വലി ഇറ്റ് സ്റ്റാർട്ടഡ് ഡീഗ്രേഡിങ്. പിന്നെ മറ്റേ പ്രോക്സിമിറ്റി സെൻസർ കളിയൊന്നും ഇവിടെ കളിക്കാൻ പറ്റില്ലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. സോ അത് അഗെയിൻ ഇൻ മൈ ഫസ്റ്റ് വീഡിയോ ഐ ഹാവ് മെൻഷൻഡ്. അത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിരുന്നു. കാരണം ഇവിടെ പ്രോക്സിമിറ്റി കളിയൊന്നും കളിക്കാൻ പറ്റില്ലായിരുന്നു. ആൻഡ് ഈ വിയർ ആൻഡ് ടയർ ഒക്കെ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ വളരെ റീസെൻ്റ്ലിയാണ്. ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ യൂസേജ് ഓഫ് 5 years ആണ് എനിക്ക് വിയർ ആൻഡ് ടയർ സംഭവിച്ചത്, വിച്ച് ഇസ് ഓക്കെ. സി എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ആൻഡ്രോയിഡ് ഫോണാണ്, ഇതിന് മുകളിലൊന്നും തങ്ങാൻ. ആൻഡ് വൺ ഇൻട്രസ്റ്റിംഗ് ബിറ്റ് ഇസ് ദാറ്റ് ഐ ഹാവ് റീസെൻ്റ്ലി സ്വിച്ച്ഡ് ഇറ്റ് ഓൺ, ബട്ട് നൗ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. when I switched it on, I tried using the fingerprint. It was working perfectly fine. So ഒരു കംപ്ലീറ്റ് ഫോൺ, ഒരു യൂസബിൾ ഫോണായിട്ട് ഇപ്പോൾ നമ്മൾ 60,000 70,000 കൊടുത്ത് വാങ്ങിക്കുന്ന ഫോണിലുള്ള ഫീച്ചേഴ്സ്, പല ഫീച്ചേഴ്സ് നമുക്ക് യൂസ്ഫുൾ അല്ല, ബട്ട് ചില ഫീച്ചേഴ്സ് റിയലി ആർ ഗുഡ്. സോ കമ്പയർഡ് ടു ദാറ്റ്, ദിസ് ഫോൺ വാസ് എ ജെം. ആൻഡ് so yeah, that's all a thought for today. So again, this is my interesting journey. My half education and half COVID was, not half, full COVID was covered with the help of this phone. And it has very huge memories with my parents ആവട്ടെ, കസിൻസ് ആവട്ടെ, നമ്മൾ അന്ന് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാവട്ടെ,
every memories are there in this phone.